ഇഡ്ഡലി, സാമ്പാർ, ദോശ, ചട്നി ചട്നി. ഇന്ന് ഞാനും ഹർഷും മോഹിത്തും കൂടെ വിദേശത്തേക്ക് പോവാം. ഒരു ചെറിയ ഷോപ്പിങ്, നമ്മൾ നാട്ടിൽ പോകല്ലേ, അതിന് മുമ്പുള്ള ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി വിദേശത്തേക്ക് പോകണേ. അപ്പോൾ വിദേശയിലെത്തി. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് വന്നു, റെയിൽവേ സ്റ്റേഷന് പുറത്ത് വന്നിട്ട് നമ്മൾ ഗൗരവൻ്റെ വീട്ടിൽ പോകാമെന്ന് വെച്ചു. അപ്പം കുറേ സമൂസയും കച്ചോറിയൊക്കെ വാങ്ങിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഗൗരവൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മളിന്ന് വെച്ച് നമുക്ക് ഓട്ടോയിൽ പോകാം. ഞാൻ ആദ്യമായിട്ട് പോകാം, അപ്പം കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നി. അപ്പം ഇന്നത്തെ കച്ചോരി, സമൂസ അതൊക്കെ മോഹിത്താണ് അതിൻ്റെയൊക്കെ പൈസ കൊടുത്തത്. നമ്മളെത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ കഥാനായകൻ ഇപ്പോഴും കട്ടിലിൽ കിടക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചെന്നിട്ടാണ് അവനെ വിളിച്ച് എണീപ്പിച്ചത്. അവനെ എണീപ്പിച്ച് ഞങ്ങൾ പല്ലൊക്കെ തേപ്പിച്ച് അവനെ എടുത്തു. ഇവിടെ ഞങ്ങൾ കണ്ടതാണ് കുറേ കൊന്നമരം ഇവിടെ ഉണ്ട്, അത് പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ശ്രീ അയ്യപ്പ മന്ദിർ വിദിഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ ഒരു അമ്പലം വിദിഷയിലും ഉണ്ട്, പക്ഷേ അത് അടച്ചിട്ടേക്കാണ്. അപ്പോൾ വേറെ ദിവസം പോയിട്ട് അകത്തൊക്കെ ഒന്ന് കാണണം എന്നുള്ളതാണ്. നോക്കാം. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് എന്നുള്ളത്. നേരത്തെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ ഞങ്ങളുടെ ഈ ബസോദയിൽ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും പോയി, ചൂടല്ലേ, പിന്നെ നമ്മൾ പോയി കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ആര് പറഞ്ഞു അവൾക്ക് കോൺ ഐസ്ക്രീം മതി. അവളതെടുത്തപ്പോൾ എല്ലാവർക്കും കോൺ മതി. അതിനകത്താണെങ്കിൽ ഇനി കോണും ഇല്ല. ഞങ്ങൾ 4 കോൺ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ വിചാരിച്ചു ആ മാംഗോ ബാർ എടുക്കാമെന്ന് വിചാരിച്ചു. മാംഗോ ബാർ എടുക്കാമെന്ന് വെച്ചപ്പോൾ അതിന് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ കടക്കാരൻ ചേട്ടൻ പറഞ്ഞു അതിന് പേര് ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കിത് തന്നു. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഓരോരുത്തർക്ക് ആദ്യം മോഹിത്തിനും, അത് കഴിഞ്ഞിട്ട് അവൻ്റെ ചേട്ടനായിട്ടുള്ള ഗൗരവനും പിന്നെ ഹർഷനും ഒക്കെ അവരവരെ ഐസ്ക്രീം വിധിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇത് ഞാനും വാങ്ങിച്ചു. ഇനി നമ്മൾ ഡാൻസാണ് കേട്ടോ. ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് കുറേ നേരം എല്ലാവരും കളിച്ചും രസിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൗരവൻ്റെ അമ്മ നമുക്ക് എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എന്ത് ടേസ്റ്റായിരുന്നു അറിയാമോ? നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി നല്ല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, നല്ല തേങ്ങാ ചമ്മന്തി. ഇഡ്ഡലി, സാമ്പാർ, ദോശ, ചട്നി ചട്നി. നല്ല ചൂടല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു കരിമ്പൻ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്ക്വയറിൽ വന്നിട്ട് ഒരു കരിമ്പൻ ജ്യൂസ് വാങ്ങിച്ചു. എല്ലാവരും കുടിച്ചു. അത് 20 രൂപയാണെന്ന് തോന്നുന്നു ഒരു ഗ്ലാസ്സിന്. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ വിശാൽ മോളിലെത്തി. അവിടെ കണ്ട ഒരു ടോയ്ലറ്റിൽ കയറിയിട്ട് മോഹിത്ത് അത് നല്ല രസമുണ്ട്. ആ ടൈലിൽ നന്നായിട്ട് അത് മൂവ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് അപ്പുറത്തൊക്കെ പോയിട്ട് അവർ ഡ്രസ്സ് നോക്കുന്നുണ്ട്, അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരവർ നോക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ കളിച്ചതിന് ശേഷം ഇനി അവൻ കളിച്ചതുപോലെ തന്നെ ഗൗരവനും കളിക്കണം. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫ് നോക്കുന്നുണ്ട്. അപ്പം ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് അത് വലിയവർക്കല്ല കൊച്ചു കുട്ടികൾക്കാണെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോഴത്തേക്കും 7:45 ആയപ്പോഴത്തേക്കും നമ്മൾ ബസോദയിൽ തിരിച്ചെത്തി. ആക്ച്വലി ഞാൻ വേറെ ട്രെയിനിലും ഇവർ വേറെ ട്രെയിനിലുമാണ് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. അവർ ഞാൻ കയറിയ ട്രെയിനിൽ കയറിയില്ല. അതായിരുന്നു ഇന്നത്തെ ട്വിസ്റ്റ്.